കാര്യം പ്രകൃതി അതിൻ്റെ ഒരു വലിയ ഒരു ലെവലിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം ഒരു മനുഷ്യനൊരു പനി വരുന്നു. ആ പനിക്ക് നമുക്ക് ചില ലക്ഷണങ്ങളുണ്ട്. അയാൾക്ക് ചൂടുണ്ട്, അയാൾക്ക് ദാഹം തോന്നുന്നു, വിറയൽ വരുന്നു ശരീരത്തിൽ. ഇതൊരു സാധാരണമായ ഒരു ഫീവറിന് വരുന്ന ലക്ഷണങ്ങളാണ്. പക്ഷെ ആ ഫീവർ അധികരിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മെഡിക്കൽ സയൻസിലെ ഫിറ്റ്സ് എന്ന് പറയുന്നത്. ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് പറയാനൊക്കെ ഇല്ല. കാര്യം ഒരുപക്ഷെ അയാൾ ഭയങ്കരമായ ദേഷ്യത്തിലെടുത്ത് വെള്ളത്തിലേക്ക് ചാടുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഒരു കത്തിയെടുത്ത് ഒരാളെ കുത്തുമായിരിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും. കാര്യം അത് നമ്മുടെ ബുദ്ധിയെ ബാധിക്കുന്നു. അപ്പോൾ പ്രകൃതി അതിന്റെ അടുത്ത ലെവലിലേക്ക് കടന്നിരിക്കുക എന്നാണ് നമ്മുടെ പഠനങ്ങൾ നമ്മൾ കാണിക്കുന്നത്. അതായത് പ്രകൃതി ഈ ഒരു അവസ്ഥയിലേക്ക് അതീവ ദേഷ്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് നമ്മൾ എല്ലാ ലിത്തോസ്ഫിയറിലാണെങ്കിലും അറ്റ്മോസ്ഫിയറിലാണെങ്കിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പ്രതലം. അപ്പോൾ ലിത്തോസ്ഫിയറിലാണെങ്കിലും അറ്റ്മോസ്ഫിയറിലാണെങ്കിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാര്യം. പ്രകൃതിക്ക് ഒരു അലംഘനീയമായ നിയമമുണ്ട്. അതിനാണ് കൺസർവേഷൻ റൂൾ ഓഫ് നേച്ചർ എന്ന് പറയുന്നത്. അതായത് പ്രകൃതി ഒന്നിനെയും ഒരു സ്ഥലത്ത് അക്യുമുലേറ്റ് ചെയ്യാനോ ഇല്ലാതാക്കാനോ അനുവദിക്കില്ല.